എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് എത്ര മണിക്കാണ് പ്രസിദ്ധീകരിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ ഇനിയൊരു തേർഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതും പല വിദ്യാർത്ഥികളും ചോദിക്കുന്നൊരു പ്രധാനപ്പെട്ട ഒരു സംശയമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് hsk.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ SWSൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും ഉപയോഗിച്ചാണ് ലോഗിൻ ചെയ്തതെങ്കിൽ അത് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ സ്പോർട്സ് കോട്ടയുടെ ആ ഒരു ലോഗിൻ ഉപയോഗിച്ചുകൊണ്ടാണ് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്തതെങ്കിൽ സ്പോർട്സ് കോട്ടയുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാവുന്നതാണ്. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്നും ഏത് സ്കൂളിൽ ഏത് കോഴ്സിലേക്കാണ് എത്രാമത്തെ ഓപ്ഷനിലേക്കാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ളത് എന്നുള്ളതും കാണാനായിട്ട് സാധിക്കുന്നതാണ്. ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല എങ്കിൽ സോറി യു ഹാവ് നോട്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ യുവർ ആപ്ലിക്കേഷൻ ഹാസ് നോട്ട് കൺഫേംഡ്, ഹെൻസ് യുവർ ആപ്ലിക്കേഷൻ നോട്ട് കൺസിഡേർഡ് ഫോർ ഈ ഒരു ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അതായത് ഈ ഒരു നിങ്ങളുടെ അപേക്ഷ കൺഫേം ആയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പരിഗണിച്ചിട്ടില്ല എന്ന് ആ ഒരു രീതിയിൽ കാണാൻ സാധിക്കും. ഓൾറെഡി നിങ്ങളുടെ അപേക്ഷ കൺഫേം, അതായത് ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഹാസ് നോട്ട് കൺഫേംഡ്, ഹെൻസ് യുവർ ആപ്ലിക്കേഷൻ ഡസ് നോട്ട് അതായത് നോട്ട് കൺസിഡേർഡ് ഫോർ ദിസ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അതിനർത്ഥം എന്ന് പറയുന്നത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ അതായത് ഫൈനലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ആണ്. അപ്പോൾ അങ്ങനെ സാധാരണഗതിയിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഓൾറെഡി നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേംഡ് ആയിട്ടുണ്ടെന്ന് നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടാകും. അതുപോലെ നിങ്ങൾ അക്ഷയ വഴിയാണ് അപ്ലൈ ചെയ്തതെങ്കിൽ നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് തന്നിട്ടുണ്ടാകും. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേംഡ് ആയി എന്നുള്ളത് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നിങ്ങൾ നോക്കുന്ന സമയത്ത്, അതായത് മുൻപ് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നൽകിയുള്ള കോമ്പിനേഷൻസിൻ്റെ ഒരു ലിസ്റ്റും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഒരു PDF-ൻ്റെ ഒരു സിമ്പൽ പോലെയും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേംഡ് ആയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ ആരുടെയും ആപ്ലിക്കേഷൻ കൺഫേംഡ് അല്ലാതിരിക്കാനുള്ള, അത് കൺഫേം ആവാതിരിക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ് എന്നും, അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാനായിട്ട് കൂടുതൽ സാധ്യതയുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങൾക്ക് ആ ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിലും ഈ ഒരു ട്രാൻസ്ഫർ റിസൾട്ട്സ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങളുടെ റാങ്ക് എത്രയാണ്, അവിടെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥിയുടെ റാങ്ക് എത്രയാണ് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അവിടെ എത്ര സീറ്റ് വേക്കൻസി ഉണ്ടായിരുന്നു എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു, അതായത് അവിടെ ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഈ ഒരു പ്രിൻ്റ് അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ട് പോകുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള സ്കൂളിൽ, അതായത് ഇപ്പോൾ നിലവിൽ നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുള്ള സ്കൂളിൽ നിന്നും അതേ സ്കൂളിലെ തന്നെ മറ്റൊരു കോഴ്സിലേക്കാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയത്. ഒരു ഉദാഹരണത്തിന് കൊമേഴ്സിൽ നിന്ന് ഹ്യൂമാനിറ്റീസിലേക്കോ കമ്പ്യൂട്ടർ സയൻസിലേക്കോ അല്ലെങ്കിൽ സയൻസിലേക്കോ ആണ് ട്രാൻസ്ഫർ കിട്ടിയത്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് വല്ല എക്സ്ട്രാ ഫീസ് ഉണ്ടെങ്കിൽ അത് ഏകദേശം 100 മുതൽ 200 രൂപ വരെ മാത്രമേ ഫീസ് എക്സ്ട്രാ ആയിട്ട് വരുള്ളൂ. അത് സ്കൂളിൽ നൽകിയാൽ മതി. അപ്പോൾ ഈ രീതിയിൽ എക്സ്ട്രാ വരുന്ന ഫീസ് നിങ്ങൾ സ്കൂളിൽ അടച്ചാൽ മതിയാകും. ഈ ഒരു സ്കൂളിൽ നിന്നും മറ്റൊരു കോഴ്സിലേക്കാണ് മാറ്റം കിട്ടിയിട്ടുള്ളത് എങ്കിൽ. അതേസമയം നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലേക്കാണ് ട്രാൻസ്ഫർ കിട്ടിയത്, മറ്റൊരു സ്കൂളിലേക്കോ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ജില്ലയിലെ മറ്റൊരു സ്കൂളിലേക്കോ ആണ് കിട്ടിയിട്ടുള്ളത് എങ്കിൽ നിലവിൽ പഠിക്കുന്ന സ്കൂളിൽ നിന്നും നിങ്ങളുടെ എല്ലാവിധ ഡോക്യുമെൻറ്റ്സും അതുപോലെ പുതിയ TCയും അതുപോലെ തന്നെ നിങ്ങൾ ആദ്യം അടച്ചിട്ടുണ്ടായിരുന്ന അഡ്മിഷൻ ഫീസ് ഒഴികെയുള്ള എല്ലാവിധ ഫീസുകളും, അതായത് PTA ഫണ്ട്, കോഷൻ ഡെപ്പോസിറ്റ് എന്നിവ അടക്കം നിങ്ങൾക്ക് തിരിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻറ്റും കാര്യങ്ങളും എടുത്തുകൊണ്ട്, അതുപോലെ നിങ്ങൾ ഓൾറെഡി ആദ്യം അഡ്മിഷൻ എടുത്ത സമയത്ത് അടച്ചിട്ടുണ്ടായിരുന്ന അഡ്മിഷൻ ഫീസിൻ്റെ റിസിപ്റ്റ് അടക്കം എടുത്തുകൊണ്ട് നിങ്ങൾ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂൾ എവിടെയാണോ അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് കോഴ്സ് മാറ്റത്തിൻ്റെ ഫലമായിട്ട് എക്സ്ട്രാ വല്ല ഫീസും വരികയാണെങ്കിൽ ആ ഒരു ഫീസ് കൂടി നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരും. ആദ്യം അടച്ച ആ ഒരു സ്കൂളിൽ നിന്ന് അടച്ചിട്ടുള്ള അഡ്മിഷൻ ഫീസിൻ്റെ റിസിപ്റ്റാണ് പുതുതായിട്ട് അഡ്മിഷൻ എടുത്തിട്ടുള്ള സ്കൂളിൽ അഡ്മിഷൻ ഫീസിന് പകരം നൽകേണ്ടത്.
അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് യൂണിഫോം വാങ്ങിക്കണമെങ്കിൽ യൂണിഫോമിൻ്റെ ഫീസ് ഏകദേശം ഒരു 1000-1500 രൂപക്കടുത്ത് ഫീസ് വരുന്നതാണ് യൂണിഫോമിന്. അപ്പോൾ ആ ഒരു പൈസ കൂടി കയ്യിൽ കരുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളെ ആ ഒരു വിവരം അറിയിക്കുന്നതാണ്. അതുപോലെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷിച്ച് ട്രാൻസ്ഫർ കിട്ടാതിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് നിലവിൽ പഠിക്കുന്ന ഏത് സ്കൂളാണോ അവിടെ തന്നെ തുടർന്ന് പഠിക്കാൻ സാധിക്കുന്നതാണ്. ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നിലവിൽ പഠിക്കുന്ന സ്കൂളിൽ തുടരാൻ സാധിക്കില്ല എങ്കിലും ട്രാൻസ്ഫർ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് നിലവിൽ പഠിക്കുന്ന സ്കൂളിൽ തന്നെ മറ്റൊരു സ്കൂൾ കിട്ടാത്തത് കൊണ്ട് തന്നെ അവിടെ തുടർന്ന് പഠിക്കാനായിട്ട് സാധിക്കുന്നത് ആയിരിക്കും. ട്രാൻസ്ഫർ കിട്ടുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും കോഴ്സിലാണോ മാറ്റം കിട്ടിയത് അല്ലെങ്കിൽ സ്കൂളിലാണോ സ്കൂളും കോഴ്സാണോ മാറ്റം ലഭിച്ചത് അതിനനുസരിച്ച് വിദ്യാർത്ഥികൾ ട്രാൻസ്ഫർ കിട്ടിയുള്ള ആ ഒരു രീതിക്കനുസരിച്ച് മാറേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് തേർഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ തേർഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളെ ആ ഒരു വിവരം അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിലവിൽ ഈ ഒരു ട്രാൻസ്ഫർ തേർഡ് ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. കാരണം ഇനി സ്പോട്ട് അഡ്മിഷൻ വഴി ബാക്കിയുള്ള സീറ്റുകൾ ഫില്ല് ചെയ്യാനാണ് കൂടുതൽ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ തേർഡ് ട്രാൻസ്ഫർ എന്നുള്ള രീതിയിൽ ട്രാൻസ്ഫർ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് നിലവിൽ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തേർഡ് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുപോലെ വിദ്യാർത്ഥികളുടെ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് രാത്രി 8 മണിയോടെയോ അല്ലെങ്കിൽ ഇന്ന് രാത്രി 12 മണിയോടെയോ മാത്രമേ പ്രസിദ്ധീകരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ നാളെ രാവിലെയോടെ നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് കൃത്യമായിട്ട് പരിശോധിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇഷ്ടപ്പെട്ട സ്കൂളിലേക്ക് അതുപോലെ തന്നെ കോഴ്സിലേക്ക് ട്രാൻസ്ഫർ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.